അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. ഞാനിതിന് മുന്നേ ഒരു വീഡിയോസ് വിട്ടതാണ്, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്താട്ടോ. അതായത് ഈ പ്രായപൂർത്തി ആവാത്ത കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികൾക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ. അതായത് അതൊരുവിധം സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതെന്താന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ആദ്യം നമ്മൾ നിയ്യത്ത് വെച്ച്, രണ്ടാമത് ഫാത്തിഹ ഓതി, മൂന്നാമത് നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, നാലാമത് മയ്യത്തിന് മേലുള്ള പ്രാർത്ഥന ഉണ്ട്. ആ മയ്യത്തിന്റെ മേലുള്ള പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർലഹു വറഹംഹു വഅഫ്വൻഹു വഅഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ചെല്ലാനുള്ള ഒരു പ്രാർത്ഥന. അതെന്താ വെച്ചാല് അല്ലാഹുമ്മ അജ്അൽഹു ഫറത്തൻ ലി അബവൈഹി വസലഫൻ വളുഹറൻ വഗലതൻ വഇഖ്തിബാറൻ വശഫീഹൻ വസഖൽ ബിഹി മവാസീനഹുമാ വഅഫ്രിഖ് സബ്റ അലാ ഖുലൂബിഹിമാ വലാ തഫ്തിൻഹുമാ ബഅദഹു വലാ തഹരിൻഹുമാ അജ്റഹു എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു വിധ സ്ഥലത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയാത്ത കുട്ടികളൊക്കെ മരണപ്പെട്ട് പള്ളിക്കലൊക്കെ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി പോണ സമയത്ത് അവിടെയുള്ള ഏതെങ്കിലും ഇമാമ് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ അല്ലാഹുമ്മ അഗ്ഫിർലഹു വറഹംഹു വഅഫ്വൻഹു വഅഫിഹി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് ചെല്ലൽ സുന്നത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥന കേട്ടോ. അതായത് നമ്മൾ ഈ കൊല്ലങ്ങളോളം കാത്തു നിന്നിട്ട് ആറ്റുനോറ്റുണ്ടായ മക്കളായിരിക്കും, അതാണ് ഈ മരണപ്പെട്ടു പോവുക. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കുട്ടികളെ മറ ചെയ്തിട്ടുണ്ട്, കുളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ ഇരട്ട പ്രസവിച്ച് 2 കുട്ടികളെ ഞാൻ മറ ചെയ്തിട്ടുള്ളൂ. പടച്ച റബ്ബ് ഓല കൂടെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ, നമുക്ക് അതേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കുറേ നേരം കാത്തു നിന്നിട്ടുണ്ടാവുന്ന മക്കളൊക്കെ ഉണ്ടാവുക, കൊല്ലങ്ങളോളം ഉണ്ടാവും. പിന്നെ 2-3 കുട്ടികളുള്ള ശേഷം ഉള്ളതും ഉണ്ടാവും. ഞാൻ പറയാം, അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥന കേട്ടോ. മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കാനൊക്കെ ഉള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ അതേമാതിരി ആരാണോ പള്ളിക്കൽ ഇമാമത്ത് നിൽക്കുന്നത്, ഉസ്താദുമാരായാലും ആരായാലും ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. കാരണം നമ്മളിത് മദ്രസയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമുക്കിത് ചിലപ്പോൾ മൈൻഡിൽ നിന്നോളന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് പള്ളിയായാലും സാധാരണ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും. ചില പള്ളിക്കെന്നൊക്കെ നിയ്യത്ത് വെക്കണം എന്ന് പറയും, പിന്നെ ഫാത്തിഹ ഉണ്ട് എന്ന് പറയും, നബിന്റെ സലാത്ത് ഉണ്ടെന്ന് പറയും, പിന്നെ ഇങ്ങനെ മയ്യത്തിനുള്ള പ്രാർത്ഥന ഉണ്ടെന്ന് പറയും, പിന്നെ സലാം വീട്ടുക, അതിനുള്ളിൽ അല്ലാഹുമ്മ തഹ്രിന്ന അജ്റഹു വലാ തഫ്തിന ബഅദഹു എന്നുള്ളത്, അത് കഴിഞ്ഞാൽ സലാം വീട്ടുക എന്നാ പറയല്. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടികളുടെ പ്രാർത്ഥന ഉള്ളത് ചിലപ്പം അത് അപ്രാർത്ഥന മറന്നു പോണതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോസ് വിട്ട് ഇത് ആർക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആരായാലും നിൽക്കുന്നത് നിച്ചുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു കൊടുക്കുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മരണപ്പെട്ടാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് നിങ്ങൾ ചെല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് ആരാണോ മരണപ്പെട്ടത്, സ്വന്തം മാതാവായാലും പിതാവായാലും മരണപ്പെട്ടാൽ സ്വന്തം മക്കളല്ലാതെ അവകാശികൾ മക്കളാട്ടോ. അതിന് ശേഷമാണ് മറ്റുള്ള കുടുംബക്കാർ മക്കൾ, അതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്ക് അർഹതയുള്ളൂ ഇമാമ് നിൽക്കാൻ. അപ്പോൾ ആരായാലും അവനാൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചാൽ അവനാ തന്നെ ഇമാമ് നിൽക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളുള്ളൂ എന്താക്കാൻ, ഈ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, നല്ല ഓർമ്മിച്ച് വെക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറോ എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യട്ടോ. എന്താ വെച്ചാൽ കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അറിവുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ മയ്യത്തൊക്കെ മറ ചെയ്ത് മയ്യത്ത് പള്ളിക്കിലേക്ക് ഖബറുമ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മയ്യത്ത് ഇവിടെ കിടത്തി നമ്മൾ മുണ്ട് വെച്ചിട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കും. അപ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഖബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുടുംബക്കാർ ചോദിക്കണം, മയ്യത്ത് ചെരിഞ്ഞിനോ, മയ്യത്ത് നല്ല ലെവലിലാണ് കിടത്തിയത്, മുഖം കിബിലയിലേക്കാണോ, മുഖം ഇങ്ങനെ കാണാമെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചോദിക്കണം. അതെന്താ വെച്ചാൽ അത് ചോദിക്കേണ്ടത് നിങ്ങളാണ് അതിൻ്റെ അവകാശികൾ, ഞാനല്ല. നമ്മളെ കാരണാൽ മയ്യത്ത് കൊണ്ടുവന്നാൻ പാടുന്ന നല്ല കിബിലേക്കൊക്കെ ചെരിച്ച് അതിൻ്റെ വൃത്തിയിൽ മട്ടം പോലെ ചെയ്യും. ചെയ്യാത്ത ആൾക്കാരല്ല, അത് ചോദിച്ചിട്ട് യാതൊരു തെറ്റുമില്ല. അതിന് ഇറക്കുന്ന ആൾക്കാരോടൊന്ന് പറയാം, ഒന്ന് നോക്കുക ചെരിഞ്ഞിട്ടാണോ കിബിലേക്കാണോ മുഖം ഒന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എവിടെ ആരോടും ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ നിൽക്കുന്ന ഈ കബറുണ്ടല്ലോ, അതായത് 19 വയസ്സായ ഒരു മുത്തുമോന്റെ ഒരു കബറാണ്. രാവിലെ സ്കൂളിലേക്ക് പോയതാണ്, അപ്പോൾ അവിടുന്ന് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു പോയതാണ്. നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മളെ സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക മക്കളോട് മെല്ലെ പോകാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിച്ച് പോകാനൊക്കെ. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ. ഇന്നിപ്പോൾ 2:30 മയ്യത്ത് കബറിൽ ഇന്ന് കൊണ്ടുവരും,
ഇതിൽ ഞാൻ നിൽക്കണ ഈ കബറിലേക്ക് മറവ് ചെയ്യാനുള്ള നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾക്കൊക്കെ പറഞ്ഞാൽ പല വഴിക്കും പോകുമ്പോൾ പറയാൻ കഴിയില്ല എന്നൊക്കെ വരും. ആ വീട്ടിലുള്ള ഉമ്മമാർ വൈകുന്നേരമൊക്കെ വന്നിട്ട് മക്കളോടൊക്കെ കാര്യങ്ങൾ പറയും, എല്ലാം പോകാൻ വേണ്ടി പറയാം, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. കാരണം മരണമാണ്, കയ്യിൽ നിന്ന് പിടുത്തം വിട്ട കേസാണ്. നമുക്ക് ആർക്കും എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും കയ്യിൽ നിന്ന് പിടുത്തം വിട്ട കേസാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ട ഈ ആളൊക്കെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഒക്കെ പഠിച്ച റബ്ബ് ക്ഷമ കൊടുക്കട്ടെ നമുക്ക് പറയാനേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതുപോലെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്താണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മയ്യത്ത് ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാരോ, ഞാൻ ഈ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. അതൊരു മെസ്സേജായിട്ട് കൂട്ടുക. അസ്സലാമു അലൈക്കും.